ഹലോ ഗൈസ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഒരു കഴിവും ഇല്ലാത്ത ചുമ്മാതിരുന്ന ഓരോ അപരാധങ്ങൾ പറയുന്നവരൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ് ഇന്നത്തെ. ബട്ട് ആകെയുള്ള ടാലൻസ് എന്ന് പറഞ്ഞാൽ വി വിൽ സീ ദാറ്റ് ഇൻ ദിസ് വീഡിയോ. സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള തൊപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആൽഫാമയിലാ. നീ മറന്നോയാ? നീ എന്നെ കുറിച്ച് മറന്നോയാ? കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോവിഡ് ടൈമിലാണെന്ന് തോന്നുന്നു മച്ചാൻ ഭയങ്കര വൈറലായി വന്നത്. ബട്ട് ആ വൈറലായി വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൊപ്പിയൊക്കെ ഇപ്പൊ മാറി. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, പണ്ടത്തെ നമ്മൾ കണ്ട തൊപ്പിയൊന്നും അല്ല ഇപ്പത്തെ തൊപ്പി. ഇപ്പോഴത്തെ തൊപ്പി ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? പണം എനിക്കൊരു പ്രശ്നമല്ല. ബാങ്ക് ബാലൻസ് കാണിച്ചാൽ നിങ്ങൾ നിൽക്കും. പണ്ടത്തെ പോലെയല്ല, ബാങ്ക് ബാലൻസ് ഇപ്പൊ കാണിച്ച സീനാണ്. 1CR ഉണ്ടാവും. 1CR മോളിൽ എന്താ 1CR ആണ് ദരിദ്രവാസിയാണ്. സ്ട്രീമർ. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രീമേഴ്സിന് എത്ര വരുമാനം നിങ്ങൾക്ക് അറിയില്ലല്ലേ? 1 ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും. പിന്നെ സൂപ്പർ ചാറ്റ്, ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറെ പൈസ ആടെ വരും. പിന്നെ പ്രൊമോഷൻസ് അത് ഇത് അങ്ങനെ പറയും. ഇനോഗ്രേഷൻസ് അത് ഇതായിട്ട് അങ്ങനെ പറയും. അപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ വീഡിയോസിനകത്തൂടെ പുള്ളി ജനറേറ്റ് ചെയ്യുന്ന ഇൻകവും എല്ലാം. സോ ഹൗ ഹി ജനറേറ്റഡ് ദാറ്റ് ഇൻകം, ദാറ്റ് ഈസ് വാട്ട് ഐ ലൈക്ക് ടു നോ. ലൈക്ക് തെറി വിളിച്ചും അപരാധം പറഞ്ഞും ഗെയിമിംഗ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവരൊന്നും ഒരു ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ആകെ ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഫുൾ. സോ അടുത്തായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സായി പോപ്പിയെ കുറിച്ചാണ്. ഈ പുള്ളിക്കാരന്റെ കണ്ടന്റ്സ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാ ഫീൽഡിലാണ്. ഓരോ റീൽസ് ആയിട്ടാണ് കണ്ടത്. അത് കണ്ടപ്പോ ഞാൻ ചേട്ടാ ഇവനൊക്കെ ആരാ, ഇവനൊക്കെ ഏതാ, ഇപ്പൊ എന്ത് സംഭവിക്കുന്നു ഈ കേരളത്തിൽ? മെക്കാനിക്കൽ ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നാളെ ഗസ്റ്റ് ആയിട്ട് പോകുന്നത്. പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അത് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ നാളെ അവിടെ ഗസ്റ്റ് ആയിട്ട് പോകുന്നത് ഞാൻ. ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആയി മാറുമോ? ഇതെന്തും മറിമായും. എടാ മണ്ടന്മാരാണോടാ കോളേജിലൊക്കെ ഉള്ളവന്മാര്. നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന മിക്ക ഗെയിമേഴ്സും ഉണ്ടല്ലോ നമ്മുടെ കേരളത്തില്, നമ്മള് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവന്മാരുടെ ഗെയിം കളി കൊണ്ടല്ല ഇവന്മാരിവിടെ മെയിൻ ആയിരിക്കുന്നത്. ഇവരോരോ സ്ട്രീമിങ്ങിലൂടെയാണ് ഇവന്മാര് പിടിച്ചു നിൽക്കുന്നത്. ആ സ്ട്രീമിങ്ങിൽ ഇവന്മാര് വന്ന് പറയുന്ന ഇവരെങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്? ഇങ്ങനെ തെറി വിളിച്ച് ഇത്ര ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇത്ര ഈസി ആണോ? അന്നായി തൊട്ട് എന്തിനാ പണിക്ക് പോകുന്നത്? ഒരു ഫോൺ എടുക്കുക, ഗെയിമും കളിക്കുക, വീട്ടിൽ ഇരിക്കുക, സ്ട്രീമിങ്ങിന്റെ ഒരു സെറ്റപ്പ് തുടങ്ങുക, തെറി വിളിക്കുക, കുറെ ഗെയിം കളിക്കുക. നിങ്ങൾ കോടീശ്വരരായി. അടുത്ത കോളേജിൽ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും വിളിക്കുന്നത്. എന്തോന്നടേ ഇത്? നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള ആളാണ് അലിൻ ജോസ് പെരേര. അലിൻ ജോസ് പെരേരയെ കുറിച്ച് ഞാൻ അധികം പറയാൻ നിൽക്കുന്നില്ല. പറയാനാണെങ്കിൽ ഞാൻ എന്ത് പറയാനാണ്? അവൻ സ്ട്രീമർ അല്ല, അവൻ ഗെയിമർ അല്ല, അവൻ കണ്ടന്റ് ക്രിയേറ്റർ അല്ല. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അതാണ് അവന്റെ ഇപ്പഴത്തെ പരിപാടി എന്ന് തോന്നുന്നു. ജോലിയില്ലാത്ത നിനക്ക് ജോലിയിലെ പെണ്ണിനെ വേണമെന്നാണോ? ജോലി ഉണ്ടല്ലോ നമുക്കിപ്പോ. വിഷുക്കാരങ്ങളൊക്കെ അതൊരു ജോലിയാണോ? അതൊരു ജോലിയല്ലേ? എല്ലാ ദിവസവും 10,000 മേലെ കിട്ടുന്ന ജോലിയല്ലേ? നിങ്ങൾ എന്ത് കുറ്റം പറയല്ലേ? ബട്ട് സ്റ്റിൽ ഇവനൊക്കെ ഓരോ പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. ഇവനൊക്കെ മറ്റേത് ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു. ബട്ട് ഇതൊന്നും ഇവന്റെ കഴിവുകൊണ്ടല്ല. ഇതൊക്കെ ബിക്കോസ് ഓഫ് ദ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ്. വെറും നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് വൈറലാകുന്ന ഒരു കൂട്ടം തേർഡ് റേറ്റ് ഇൻഫ്ലുവൻസേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും വളർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. ദിസ് ഈസ് അൺസഹിക്കബിൾ. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കണ്ടന്റ്സ്, കണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെന്ന് പറയാനുള്ള വേറെ ഒരു കാര്യമാണ് ആറാട്ടണ്ണൻ. ആറാട്ടണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ എമ്പുരാൻ ഇറങ്ങാൻ പോകാൻ മാർച്ച് 27 രാവിലെ 6 മണിക്ക് എമ്പുരാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, സൂപ്പർ പടമായിരിക്കും. മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് എമ്പുരാൻ ഓടിയാലുണ്ട്, ഓടിയില്ലെങ്കിൽ നിന്നിക്കൽ എന്ത് ഉണ്ടാക്കി കിട്ടണം. രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോകുന്നു. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കണ, അതിന്റെ പണി ചെയ്ത് കുടുംബത്തെ കാശിലേക്ക് കൊടുക്കുക. കാര്യം എന്തൊക്കെയാണെങ്കിലും ആറാട്ടണ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. എന്താന്ന് വെച്ചാ ഇപ്പോഴത്തെ യൂത്തിന് യാതൊരു ബോധവും ഇല്ല. വെറുതെ ഡ്രഗ്സ് അടിച്ച് കളിച്ചു നടക്കാൻ അറിയാം, കളിയാക്കാനും അറിയാം, സാഡിസം കാണിക്കാനും നെഗറ്റിവിറ്റി കാണിക്കാൻ അറിയാം. നെഗറ്റിവിറ്റി, സാഡിസം, ഇളിച്ച് കാണിക്കല്, ഡ്രഗ്സ് അടിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ ഇവിടെ പറഞ്ഞ എല്ലാവർക്കും.
So what they are doing is that they are selling that negative publicity. ആ നെഗറ്റീവ് പബ്ലിസിറ്റി പതുക്കെ പതുക്കെ ഇവർക്കൊരു ചെറിയ ഫെയിം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് nowadays in the digital world attention is the greatest currency. So ഇവരുടെ ഫെയിം അത് വിൽക്കുവാണ്. അത് വിറ്റ് ആ നെഗറ്റീവ് പബ്ലിസിറ്റി വിറ്റ് പൈസയാക്കുന്നു. എന്നിട്ട് ആ പൈസ കാണിച്ച് ഇവർ ആൾക്കാരുടെ മുമ്പിൽ കുറച്ച് വില നേടാൻ നോക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്ന കാര്യം. പണ്ടത്തെ നമ്മളൊക്കെ എന്തേലുമൊക്കെ രക്ഷപ്പെടാനൊക്കെ ഇല്ലേ നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എന്തേലും നല്ല ജോലി നോക്കുക, എന്തേലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫ് സെറ്റിൽ ആകാൻ നോക്കുക, എന്തേലും പണി രക്ഷപ്പെട്. പക്ഷെ ഇന്ന് ഇവന്മാരെ പോലുള്ള കുറെ അമ്മമാര് ഒരു പണിയും എടുക്കാതെ ചുമ്മാതെ വന്ന് തെറി വിളിച്ച് അപരാധം പറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയട്ടെ, കുറെ അനോമലീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും ട്രെൻഡ് ഞാൻ പറയാം, തൊപ്പിന്ന് തുടങ്ങിയ ട്രെൻഡാണ്. ആ ട്രെൻഡ് എങ്ങനെയാ സംഭവിച്ചതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. തൊപ്പി ആദ്യം കുറെ തെറി വിളിച്ചു, ഭയങ്കര ഒരു ക്രിയേറ്റീവ് സീൻ ഉണ്ടാക്കി, ഭയങ്കര ന്യൂസൻസ് ആയിരുന്നു. അങ്ങനെ ആ ലെവലിൽ കുറച്ച് അത് തെറിവിളി എന്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു ആ ടൈമിൽ. സോ അങ്ങനെ തെറി വിളിച്ച് ഇവർ ഭയങ്കര ഒരു നെഗറ്റീവ്, ഒരു പബ്ലിക് ന്യൂസൻസ് ആയി മാറി. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇവരെ കാണും, ഇവരുടെ തെറിയേക്കും. അങ്ങനെ നമ്മൾ മടുത്തൊരു ടൈമിൽ, അങ്ങനെ നിന്ന ടൈമിൽ കുറെ ഉഡായിപ്പ്, കുറെ വേസ്റ്റ് പോഡ്കാസ്റ്റ് ചാനൽസ് ഉണ്ട്. അവരുടെ പണിയെന്ന് വെച്ചാൽ ഇവരെയൊക്കെ വിളിക്കും, ഇങ്ങനത്തെ അനോമലീസിനെ വിളിച്ച് അവരെ ഇന്റർവ്യൂ ചെയ്യും. അയ്യോ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ അപരാധിയായത്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ ഈ അപരാധിയാക്കി മാറ്റാനുള്ള കാരണം, എന്നിട്ട് അവരോട് ഭയങ്കര അവരുടെ പാസ്റ്റ് ചോദിക്കും, അവരുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കും, നിങ്ങൾക്ക് ലവ് ഉണ്ടോ എന്ന് ചോദിക്കും, റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. ദേ ട്രൈ ടു മേക്ക് ദം റിലേറ്റബിൾ വിത്ത് ദ യങ്ങർ ഓഡിയൻസ്. സോ അവരവിടെ ഒരു ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കും ഒരു ഇമേജ്, അതായത് ഓഡിയൻസിന്റെ കുറച്ച് സിമ്പതി നേടാനായിട്ട്. ഇവിടെ പണ്ടൊക്കെ എന്റെ സമയത്ത് ഞാനൊക്കെ ഒരു ഇന്റർവ്യൂ കാണുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും വലിയ സെലിബ്രിറ്റീസിന്റെ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസിന്റെ അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഇൻഡിവിജ്വൽസിന്റെ ആയിരിക്കും ഇന്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് ഒരു ടൈമില്. ഇപ്പൊ ദേ ചവറ് പോലെ ഇന്റർവ്യൂസ് വരുന്നത്, യൂട്യൂബ് ഒക്കെ വന്നതിന് ശേഷം. ആ ഇന്റർവ്യൂസിനകത്ത് വരുന്ന ഇതേപോലുള്ളവന്മാർ. സോ ദിസ് ഈസ് ഹൗ ദേ ആർ റൈസിങ്. ഐ തിങ്ക് അവരെ വിളിക്കുന്നതിലൂടെ അവരുടെ ആ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അത് ഈ പോഡ്കാസ്റ്റുകാരന്മാർ മുതലാക്കും. അവന്മാർക്ക് വ്യൂസ് കിട്ടും. തിരിച്ച് ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ്, നെഗറ്റീവ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവന്മാർക്കും ഒരു ബൂസ്റ്റ് ആയിരിക്കും, ഒരു സപ്പോർട്ട് കിട്ടും, കുറെ ഓഡിയൻസിനെ പുതിയതായിട്ട് കിട്ടും. സോ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ആ രണ്ടുപേർ. പക്ഷെ നമ്മൾ ജനങ്ങൾക്ക് ഇത് കണ്ടിരിക്കുന്നവന്മാര് പൊട്ടന്മാരാണ്, പൊട്ടന്മാർ. ഇവന്മാരെ കണ്ടന്റ് കണ്ട് ഇവന്മാരെ സബ്സ്ക്രൈബ് ചെയ്ത് നടക്കുന്നു. എന്റർടൈൻമെന്റ് പലതരമുണ്ട്, ബട്ട് ഇതൊന്നും ഒരിക്കലും എന്റർടൈൻമെന്റ് അല്ല. ദിസ് ഈസ് ഓൾ ജസ്റ്റ് ബുൾഷിറ്റ് സ്റ്റഫ്, ബുൾഷിറ്റ്. ഒന്നുമില്ല, ഇത് എന്താണിത്, ഒരു തേങ്ങയില്ല, ചുമ്മാതെ കുറെ ദീസ് അൺസഹിക്കബിൾ വീഡിയോസ്, അൺസഹിക്കബിൾ ക്യാരക്ടേഴ്സ്, അൺസഹിക്കബിൾ ഇൻഫ്ലുവൻസസ്, അൺസഹിക്കബിൾ കണ്ടന്റ്സ്, അൺസഹിക്കബിൾ. ഇതുവരെ നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്. ആൻഡ് ഇവരെയൊക്കെ സഹിച്ചതിന് ഇത്രയും നേരം താങ്ക് യു. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ് ആൻഡ് ബൈ. See you in my next video. Bye.